ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിജിമോൾ PP, ഇൻസ്ട്രക്ടറാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പല ട്രേഡുകളുടെയും ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ SMBS എന്ന പാഠഭാഗത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യ 3 ക്ലാസ്സുകൾക്കും ശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗങ്ങൾ ടോപ്പോളജീസ് ഓഫ് SMPS ആൻഡ് SMPS യൂസ്ഡ് ഇൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. SMPS circuits contain inductors, capacitors, power transistors and rectifiers. Their particular configuration is referred to as SMPS topology. നമ്മളുടെ സർക്യൂട്ടിലുള്ള കോമ്പണൻസ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്? എക്സാമ്പിൾ സീരീസ് ആയിട്ട് കൊടുക്കുന്നു, സ്വിച്ചിങ് ഡിവൈസ് അല്ലെ പാരലായിട്ട് കൊടുക്കുന്നു, അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്. ആ പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് SMPS ടോപ്പോളജി എന്ന് പറയുന്നത്. SMPS ക്യാൻ ബി ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് ഓൺ ഏതൊക്കെയാണ്? ദ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്, സർക്യൂട്ട് ടോപ്പോളജി. അങ്ങനെ ദർ ഈസ് വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പോളജീസ്. അതിൽ നമുക്ക് ഒരു 4 ടോപ്പോളജീസാണ് പഠിക്കാനുള്ളത്. അത് AC to DC കൺവെർട്ടർ ടൈപ്പ് SMPS, DC to DC converter type SMPS, flyback converter type SMPS, forward converter type SMPS. ഇതിലാദ്യം AC to DC converter type SMPS ബ്ലോക്ക് ഡയഗ്രാം ശ്രദ്ധിക്കുക. ഈ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ ഫസ്റ്റ് പഠിച്ചതും AC to DC കൺവെർട്ടർ ടൈപ്പിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ ഡീറ്റെയിലേക്ക് പോകാം. AC ഇൻപുട്ട് ഈസ് ഫസ്റ്റ് ചേഞ്ച്ഡ് ടു DC. ഇൻപുട്ടിൽ കൊടുക്കുന്ന AC റെക്ടിഫയർ ആണ് ആൻഡ് ഫിൽട്ടറാണ് DC ആക്കി തരുന്നത്. ദിസ് ഹൈ വോൾട്ടേജ് DC ഈസ് സ്വിച്ച്ഡ് ആറ്റ് 15 kHz ടു 50 kHz ഹൈ ഫ്രീക്വൻസി സ്വിച്ചിൽ. അടുത്തത് ആഫ്റ്റർ സ്റ്റെപ്പ് ഡൗൺ the AC goes to rectification and filtering. നമുക്ക് അങ്ങനെ DC ഔട്ട്പുട്ട് കിട്ടുന്നു. The output is regulated using PWM. PWM വഴിയാണ് കൺട്രോൾ നടക്കുന്നത്. കൺട്രോൾ സെക്ഷനിൽ നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോൾ സെക്ഷനിൽ കൊടുത്ത് കൺട്രോൾ പൾസസ് ഉപയോഗിച്ച് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിനെ കൺട്രോൾ ചെയ്തിട്ടാണ് റെഗുലേഷൻ നടക്കുന്നത്. അടുത്തത് DC to DC കൺവെർട്ടർ ടൈപ്പ് SMPS. ബ്ലോക്ക് ഡയഗ്രാം ശ്രദ്ധിക്കുക. AC to DC കൺവെർട്ടർ ടൈപ്പിനെ അപേക്ഷിച്ച് തൊട്ട് മുന്നേ പഠിച്ചതിനെ അപേക്ഷിച്ച് ഇതിൽ മെയിനായിട്ടൊരു ഡിഫറൻസ്, ഒരു ബ്ലോക്ക് കുറവാണ് എന്നതാണ്. ഏതാണ്? ഇൻപുട്ട് സെക്ഷൻ. കാരണം ഇവിടെ സ്റ്റാർട്ടിങ് ഏതാണ് കൊടുക്കുന്നത്? DC ആണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് സെക്ഷനിൽ റെക്ടിഫയറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. In this, high voltage DC is switched above 20 kHz. Above 20 kHz സ്വിച്ചിങ് നടക്കുന്നത്. After step down, the AC goes to rectification and filtering. The output is regulated using PWM. അടുത്തത് നമുക്ക് ഫ്ലൈ ബാക്ക് കൺവെർട്ടർ ടൈപ്പ് SMPS പഠിക്കാം. ഫ്ലൈ ബാക്ക് കൺവെർട്ടർ ടൈപ്പ്. ഈ ബ്ലോക്ക് ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇതിൽ ഫ്ലൈ ബാക്ക് കൺവെർട്ടർ ടൈപ്പിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോർമറാണ്. ട്രാൻസ്ഫോർമറിൽ ശ്രദ്ധിച്ചറിയാം, പ്രൈമറിയുടെ മുകളിലാണ് ഒരു ഡോട്ട്, അതുപോലെ സെക്കൻഡറിയുടെ താഴെയാണ് ഒരു ഡോട്ട്. അപ്പോൾ പ്രൈമറിയിൽ കറന്റ് ഫ്ലോ ഉണ്ടാകുന്ന സമയം സെക്കൻഡറിയിൽ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല. അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് കറന്റ് ഫ്ലോ ഉണ്ടാവില്ല.
ഇനി ബാക്കി കോമ്പണൻസ് നോക്കുന്നത് ഒന്ന് സ്വിച്ചിങ് ഡിവൈസ്, അതുപോലെ ഡയോഡ്, കപ്പാസിറ്റർ, ലോഡ്, ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ലോഡ്. ഓക്കെ, നമുക്കതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ഓൺ ആകുന്ന സമയം പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു, സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല. അടുത്ത കണ്ടീഷൻ, നമുക്ക് സ്വിച്ചിങ് ഡിവൈസ് ഓഫ് ആകുന്ന സമയം പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല, പക്ഷേ സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. കാരണം ട്രാൻസ്ഫോമറിൽ സ്റ്റോർ ചെയ്ത എനർജി, ഡയോഡ് വർക്ക് ചെയ്യുന്നു, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, ലോഡ് വർക്ക് ചെയ്യുന്നു. അടുത്ത കണ്ടീഷൻ, വീണ്ടും സ്വിച്ചിനെ ഓൺ ആക്കുന്ന സമയം, സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു, സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല, പക്ഷേ എന്തുണ്ട്, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ഉപയോഗിച്ച് ലോഡ് വർക്ക് ചെയ്യുന്നു. ഈ സൈക്ലിങ്ങിനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, സ്വിച്ചിൻ്റെ ഓൺ കണ്ടീഷനിലും ഓഫ് കണ്ടീഷനിലും ഔട്ട്പുട്ട് ലോഡിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് SMPS സർക്യൂട്ട് ഫോർ ലോ പവർ ആപ്ലിക്കേഷൻസ്. ലോ പവർ ആപ്ലിക്കേഷൻസിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന SMPS സർക്യൂട്ടാണ് ഫ്ലൈബാക്ക് കൺവെർട്ടർ ടൈപ്പ് SMPS, ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 100 വാട്ട്. It is very simple and low cost circuit. In this, unregulated input is converted to AC around 100 kHz and produces regulated DC. It is isolated type SMPS. Isolation ഉണ്ട്. Flyback transformer provides isolation. In flyback transformer, primary and secondary do not conduct simultaneously. നമ്മൾ വർക്കിംഗ് പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു. ഇൻ ഫ്ലൈബാക്ക് ഫാമിലിയുടെ തന്നെ പ്രത്യേകത, എനർജി ഈസ് അക്യുമുലേറ്റഡ് ഡ്യൂറിങ് ദ ഓൺ സ്റ്റേറ്റ് ഓഫ് എ സ്വിച്ച്. ഓൺ സ്റ്റേറ്റിൽ എനർജി അക്യുമുലേറ്റ് ചെയ്യും, സ്റ്റോർ ചെയ്യും, ആൻഡ് ഡെലിവേർഡ് ടു ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ ഓഫ് സ്റ്റേറ്റ്. ഓഫ് സ്റ്റേറ്റിലാണ് ഔട്ട്പുട്ടിലേക്ക് ഡെലിവർ ചെയ്യുക. ഇത് ഏത് ടൈമിംഗ് എന്നതിനെ ആശ്രയിച്ച്, സെക്കൻഡറിയിലെ കറണ്ട് എത്ര എത്തുമ്പോൾ സ്വിച്ച് ഓൺ ആകുന്നു ഓഫ് ആകുന്നു അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലൈബാക്ക് കൺവേർട്ടേഴ്സ് ഉണ്ട്. നമുക്ക് ബേസിക് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS. ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ബ്ലോക്ക് ഡയഗ്രാം നോക്കുക. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ മുകളിൽ തന്നെയാണ് ആ ഡോട്ട്സ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് സാധാരണ നമ്മുടെ ട്രാൻസ്ഫോമർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. പ്രൈമറിയിലും സെക്കൻഡറിയിലും അറ്റ് എ ടൈം കറണ്ട് ഫ്ലോ ചെയ്യും. പ്രൈമറി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് സെക്കൻഡറിയിലും കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി ഇതിലെ മറ്റു കോമ്പണൻസ് നോക്കാം. സ്വിച്ച് ഉണ്ട്, അതിനുള്ളൊരു കൺട്രോൾ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയോഡ് D1 ഉണ്ട്, D2 ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ലോഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻഡക്ടർ, കപ്പാസിറ്റർ LC ഫിൽറ്ററിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. 2 ഡയോഡ്സ് ഉണ്ട്, അതാണ് സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് ഇൻപുട്ട് നോക്കാം. ഇനി വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മളുടെ സ്വിച്ച് ഓൺ ആകുന്ന സമയം പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യും, സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യും, D1 കണ്ടക്ട് ചെയ്യും, അതുപോലെ L ആൻഡ് C ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റേഴ്സ് എനർജി സ്റ്റോർ ചെയ്യും, ഒപ്പം ലോഡ് വർക്ക് ചെയ്യും. അപ്പോൾ ഓൺ ആകുന്ന സമയം, സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോഡ് വർക്ക് ചെയ്യുന്നു. അടുത്തത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയം. സ്വിച്ച് ഓഫാണ്, പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ഇല്ല, സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഇല്ല, D1 കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ നമ്മുടെ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. ആ എനർജി ഉപയോഗിച്ച് നമ്മുടെ D2 കണ്ടക്ട് ചെയ്യും. അതുപോലെ ഔട്ട്പുട്ട് ലോഡിന്
നമുക്ക് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടും. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ സ്വിച്ചിങ് ഡിവൈസ് ഓൺ ആയിരിക്കുമ്പോഴും ഓഫ് ആയിരിക്കുമ്പോഴും ഔട്ട്പുട്ട് ലോഡിന് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കിട്ടുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് ടൈപ്പ് SMPS. ഐസൊലേഷൻ ഉണ്ട്. ആൻഡ് പ്രൊഡ്യൂസസ് controlled and regulated DC from an unregulated DC supply. Efficiency is slightly more than flyback type. Efficiency flyback ടൈപ്പിനെ അപേക്ഷിച്ച് ഫോർവേഡ് കൺവേർട്ടറിന് അല്പം കൂടുതലുണ്ട്. It is used for switching applications in the power range of 100 watt to 200 watt. In this, a control circuit is connected for controlling the switching transistor, the control circuit. In this, energy is transferred from input to the load during the conduction cycle of switching transistor. Conduction cycle ആണ്, അതായത് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്താണ് ഇൻപുട്ടിൽ നിന്നും എനർജി ലോഡിലേക്ക് ഇൻപുട്ടിൽ നിന്നും ട്രാൻസ്ഫർ ആവുന്നത്. അടുത്തത് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട്സ് ആർ കോംപ്ലിക്കേറ്റഡ് കമ്പയർഡ് ടു ഫ്ലൈബാക്ക് ടൈപ്പ്. ഫ്ലൈബാക്ക് ടൈപ്പിനെ അപേക്ഷിച്ച് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ട്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗം പഠിക്കുകയാണ്. SMPS യൂസ്ഡ് ഇൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കമ്പ്യൂട്ടർ അഴിച്ച് നോക്കിയിട്ടുണ്ടല്ലേ, ഡിസ്മാൻഡ്ലിംഗ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം കണ്ടിട്ടുണ്ടാവും. ഈ SMPS യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആർ AC to DC ടൈപ്പ് സപ്ലൈ. AC to DC ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് SMPS ഓഫ് എ PC ഈസ് ഹൗസ്ഡ് ഇൻ എ മെറ്റൽ ബോക്സ്. മെറ്റൽ ബോക്സിലാണ് SMPS നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, EMIയുടെ പ്രശ്നം കൊണ്ട്. മറ്റ് കമ്പ്യൂട്ടറിൻ്റെ മറ്റ് പാർട്സിന് EMI എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്. ഇതിലൊരു PCB ഉണ്ട്. ഫാൻ, ഈ ഭാഗത്തൊരു ഫാൻ ഉണ്ട്. AC പവർ സോക്കറ്റ്, ഇൻപുട്ട് സോക്കറ്റും ഔട്ട് സോക്കറ്റും ഉണ്ട്. ഈ ഔട്ട് സോക്കറ്റിൽ നിന്നും നമുക്ക് മോണിറ്ററിലേക്കൊക്കെ സപ്ലൈ കൊടുക്കാം. അടുത്തത് AC പവർ സ്വിച്ചാണ്. അത് ഓപ്ഷണലാണ്. ഓക്കെ, സ്വിച്ച് എല്ലാത്തിലും ഉണ്ടാവില്ല. പവർ സപ്ലൈ ഇൻ്റർഫേസ് കണക്ടേഴ്സ് ഉണ്ട്. ഇൻ്റർഫേസ് കണക്ടേഴ്സ് എന്തിനാണ്? ഫോർ പെരിഫറൽസ് അല്ലേ, MB മദർ ബോർഡ്, HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് DVD. അടുത്ത നമുക്ക് ഡിസ്മാൻഡിൽഡ് വ്യൂ ഓഫ് PC SMPS ഒന്ന് നോക്കാം. ഇതിൻ്റെ പാർട്സും ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ഇൻപുട്ട് EMI ഫിൽറ്റർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അത് ഈ ഭാഗത്താണ് വരിക, കാണാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് ഇൻപുട്ട് ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ്, വലുതായിട്ട് ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ് കാണുന്നുണ്ട്. നെക്സ്റ്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഹീറ്റ് സിങ്ക് വലുതായിട്ട് കാണാം. അതിൻ്റെ താഴെയായിട്ട് സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അടുത്ത പൾസ് ട്രാൻസ്ഫോമർ കാണാം. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഫിൽറ്റർ കോയിൽ, അടുത്തത് ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റേഴ്സ്. അടുത്തത് ഈ ഭാഗത്തൊരു പെർട്ടിക്കുലർ ഒന്ന് ശ്രദ്ധിക്കൂ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുക. The coil and large yellow capacitor are additional input filtering components. The coil and large yellow capacitors are additional input filtering components that are mounted directly on the power input connector and are not part of main circuit board. അടുത്തത് ഫാനാണ്, കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് SMPS യൂസ്ഡ് ഇൻ PC. 3 ടൈപ്പാണുള്ളത്. AT SMPS, ATX SMPS, അടുത്തത് BTX SMPS. AT, ATX, BTX. These 3 types of SMPS have different connectors.
ഡിഫറെൻറ്റ് കണക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഈച്ച് വയർ ഹാസ് ഡിഫറെൻറ്റ് വോൾട്ടേജസ്. അടുത്തത് AT-SMPSനെ പറ്റിയിട്ടാണ്. AT സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി. ദീസ് ആർ ഓൾഡ് SMPS. ഇത് പഴയ SMPS ആണ്. They had 12-pin female connector. This is called AT power connector. പിക്ചർ നോക്കുക. ഇവിടെ 6+6 ആണ് കൊടുത്തിരിക്കുന്നത്. They were used in ഏതിലാണ് ഉപയോഗിച്ചിരുന്നത്? Pentium 1, Pentium MMX, Pentium 2 and Pentium 3 CPUs. അടുത്തത് ATX SMPS. ATX stands for Advanced Technology Extended. They had 20-pin female power connector. This is called ATX power connector. 20 pins ആണ്. They were used in Pentium 3, Pentium 4 and AMD CPUs. അടുത്തത് BTX SMPS. BTX stands for Balanced Technology Extended. Balanced Technology Extended. They have 24-pin power connector. This is also called BTX power connector. നോക്കുക, 24 പിൻസ് ഉണ്ട്. ഒരു സൈഡിൽ 12, അടുത്ത സൈഡിൽ 12, പിൻ 1 to 12. നെക്സ്റ്റ് വരുന്നത് 12 കഴിഞ്ഞ് 13 വരുന്നത് 1ൻ്റെ മുകളിലാണ്. IC-യിലൊക്കെ ആകുമ്പോൾ നേരെ അപ്പുറത്താണ്. 12ൻ്റെ മുകളിലായിരിക്കും 13. ഇവിടെ 1ൻ്റെ മുകളിലാണ് 13. ലാസ്റ്റ് 24. It has 15-pin SATA power connectors. 15-pin SATA power connectors ഉണ്ടാകും. They were used in SMPS BTX SMPS used in dual core, core 2 duo, quad core, i3, i5, i7 and latest AMD CPUs. അടുത്തത് functions of SMPS in PC. It provides, അത് തരുന്നുണ്ട്. എന്താ കൊടുക്കുന്നത്? അത് റിക്വയർഡ് വോൾട്ടേജസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് സപ്പോർട്ട്സ് PS ഓൺ സിഗ്നൽ, പവർ സപ്ലൈ ഓൺ സിഗ്നൽ. പവർ സപ്ലൈ ഓൺ സിഗ്നൽ എന്താണ്? ഇറ്റ് ഈസ് ഓൺ ഓഫ് സിഗ്നൽ പാസസ് ബിറ്റ്വീൻ പവർ സപ്ലൈ ആൻഡ് മദർ ബോർഡ്. പവർ സപ്ലൈക്കും SMPSനും മദർ ബോർഡിനും ഇടയിൽ പാസ് ചെയ്യുന്ന ഓൺ ഓഫ് സിഗ്നലാണ് പവർ സപ്ലൈ ഓൺ സിഗ്നൽ. The signal turns on the power supply when it is switched from high to low. Low ആവുമ്പോൾ ഈ PS ഓൺ സിഗ്നൽ ലോ ആവുമ്പോൾ പവർ സപ്ലൈ ഓൺ ആകും. ആൻഡ് ടേൺസ് ഓഫ് പവർ സപ്ലൈ ടേൺ ഓഫ് ചെയ്യും വെൻ സ്വിച്ച് ഫ്രം ലോ ടു ഹൈ ആവുമ്പോൾ പവർ സപ്ലൈ ഓഫ് ചെയ്യും. അതാണ് പവർ സപ്ലൈ ഓൺ സിഗ്നൽ. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ SMPS. അടുത്തത് ഇറ്റ് സെൻസ് പവർ ഗുഡ് സിഗ്നൽ ടു മദർ ബോർഡ്. പവർ ഗുഡ് സിഗ്നൽ എന്താണ്? മദർ ബോർഡിന് പവർ ഗുഡ് സിഗ്നൽ അയക്കുന്നുണ്ട്. പവർ ഗുഡ് സിഗ്നൽ എന്താണെന്ന് നോക്കാം. വെൻ PC ഈസ് പവേർഡ് ഓൺ PS പവർ സപ്ലൈ പെർഫോം സെൽഫ് ടെസ്റ്റ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ നമ്മുടെ SMPS എന്ത് ചെയ്യുന്നു? ഒരു സെൽഫ് ടെസ്റ്റ് നടത്തുന്നു, സ്വയം ഒന്ന് പരിശോധിക്കുകയാണ്. ആൻഡ് ചെക്സ് എന്തിനാണ്? ടു സീ ദ റിക്വയർഡ് വോൾട്ടേജസ് ആർ കറക്റ്റ്. അതിൻ്റെ എല്ലാ കണക്ടേഴ്സിൻ്റെ പോയിന്റ്സിലെല്ലാം വോൾട്ടേജസ് കറക്റ്റ് ആണോ എന്ന് സ്വയമായിട്ട് സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ പവർ സപ്ലൈ. അത് ഓക്കെ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, പവർ ഗുഡ് സിഗ്നൽ ഈസ് സെറ്റ് ഹൈ, സെൻഡ് ഇറ്റ് ടു മദർ ബോർഡ്. പവർ ഗുഡ് സിഗ്നൽ ഹൈ ആയി സെറ്റ് ചെയ്യും. മദർ ബോർഡിലേക്ക് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സിഗ്നൽ അയക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റ്, അത് സെറ്റ് ആയില്ല, ഹൈ ആയില്ല എങ്കിൽ PC ഈസ് ട്രാപ്ഡ് ഇൻ എ ലൂപ്പ് കോൾഡ് ബയോസ് ആൻഡ് കണ്ടിന്യൂസ്ലി ആൻഡ് അപ്പിയേഴ്സ് ടു ബി ഹങ് അപ്പ്. അത് ബയോസ് എന്നുള്ള ട്രാപ്പിൽ പെട്ട് ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു ട്രാപ്പിലായിരിക്കും. ഓക്കെ, അപ്പം പവർ ഗുഡ് സിഗ്നലിനെ മദർ ബോർഡിന് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ SMPSൻ്റെ ഒരു ഫംഗ്ഷനാണ്. അടുത്തത് ഇറ്റ് പ്രൊവൈഡ്സ് പവർ. SMPS പ്രൊവൈഡ്സ് പവർ ടു PWM IC ഇൻസൈഡ് SMPSലെ കൺട്രോളർ സെക്ഷനിലുള്ള PWM ICക്കുള്ള പവർ നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല, SMPSൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്.
അടുത്തത് SMPSന്റെ ഫാനാണ്. ഇറ്റ് ബ്ലോസ് എയർ ഔട്ട് thereby removes the heat generated from inside of SMPS. SMPSന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ വലിച്ച് എടുത്ത് കളയുന്നു. ഓക്കെ, ഇറ്റ് അസിസ്റ്റ് ഇൻ കീപ്പിംഗ് ദ കോമ്പണൻസ് ആൻഡ് ഹീറ്റ്സ് ഇൻ കൂളർ. ഇതിൻ്റെ ഉള്ളിലുള്ള SMPSന്റെ ഉള്ളിലുള്ള ഹീറ്റ് കളഞ്ഞ് കോമ്പണൻസിനെയൊക്കെ കൂളാക്കി വെക്കുന്നു. അങ്ങനെ SMPSനെ സേഫായിട്ട് നോക്കുന്നു. ഇറ്റ് ഈസ് കോമ്പാക്ട്, ചെറുതാണ് ഫാന്. ഡിഫറൻസ് ബിറ്റ്വീൻ AT-SMPS ആൻഡ് ATX-SMPS നമുക്ക് അടുത്ത് നോക്കാം. ആദ്യം AT-SMPS ഡസ് നോട്ട് ഹാവ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ. AT-SMPSന് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഇല്ല. എന്താണ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ? നമ്മൾ പവർ ഓൺ ആക്കുന്ന സമയം കോമ്പണൻസിലേക്കൊക്കെ, നമ്മുടെ ഇലക്ട്രോണിക് കോമ്പണൻസിലേക്കൊക്കെ ആ ഫുൾ വോൾട്ടേജ്, അതിൻ്റെ എത്തുന്ന ഫുൾ വോൾട്ടേജ് സഡൻ ആയിട്ട് എത്തുമ്പോൾ അതിന് ആ കോമ്പണൻസിനെല്ലാം നല്ലൊരു സ്ട്രെസ്സ് വരും. ആ സ്ട്രെസ്സ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ആ സ്ട്രെസ്സ് ഉണ്ടാകാതെ ഉള്ള സർക്യൂട്ടറി അറ്റാച്ച് ചെയ്യുന്നതാണ് എന്ത് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ AT-SMPSൽ ഈ സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ ഇല്ല, നോട്ടാണ്. അടുത്തത് വേറൊരു ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ AT-SMPS ഡസ് നോട്ട് ജനറേറ്റ് 3.3 വോൾട്ട് AC. 3.3 വോൾട്ട് AC ജനറേറ്റ് ചെയ്യുന്നില്ല AT-SMPSൽ. അടുത്ത നമുക്ക് ATX-SMPS നോക്കാം. ഇറ്റ് ഹാവ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ. ATX-SMPS ഹാവ് സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ. ATX-SMPS ജനറേറ്റ് 3.3 വോൾട്ട് AC. അതുപോലെ ATX പവർ സപ്ലൈ ഡസ് നോട്ട് ഷട്ട് ഡൗൺ കംപ്ലീറ്റ്ലി. ഇറ്റ് ഓൾവേസ് ഗീവ്സ് 5 വോൾട്ട് ടു ദ മദർ ബോർഡ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ SMPS ടോപ്പോളജി, അതിൽ AC to DC കൺവേർട്ടർ ടൈപ്പ് SMPS പഠിച്ചു. അതുപോലെ DC to DC കൺവേർട്ടർ ടൈപ്പ് SMPS പഠിച്ചു. അടുത്ത ഫ്ലൈബാക്ക് കൺവേർട്ടർ ടൈപ്പ് SMPS. ഫ്ലൈബാക്ക് SMPSന്റെ ഹാർട്ട് ഈസ് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ. ഇൻ ഫ്ലൈബാക്ക് ഫാമിലി നമ്മൾ എന്താ പഠിച്ചത്? എനർജി ഈസ് accumulated during on state of switch and it is delivered during off state of switch. നെക്സ്റ്റ് പഠിച്ചത് ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പ് SMPS. ഫോർവേഡ് കൺവേർട്ടർ ടൈപ്പിൽ ഇൻപുട്ട് എനർജി ഔട്ട്പുട്ടിലേക്ക് പോകുന്നത് ഓൺ കണ്ടീഷൻ ഓഫ് സ്വിച്ചിൽ തന്നെയാണ്. അടുത്തത് പാർട്സ് ഓഫ് PC SMPS. ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്, ഫാന്, AC പവർ സോക്കറ്റ്, AC പവർ സ്വിച്ച്, പവർ സപ്ലൈ, ഇന്റർഫേസ് കണക്ടേഴ്സ്. അടുത്ത ടൈപ്സ് ഓഫ് PC SMPS 3 ടൈപ്പ് പഠിച്ചു. AT-SMPS, ATX-SMPS ആൻഡ് BTX-SMPS. അടുത്ത ഫങ്ഷൻസ് ഓഫ് SMPS. വോൾട്ടേജ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, സപ്പോർട്ട്സ് പവർ സപ്ലൈ ഓൺ സിഗ്നൽ, സെൻസ് പവർ ഗുഡ് സിഗ്നൽ ടു മദർ ബോർഡ് ആൻഡ് പവർ ടു PWM IC inside SMPS. അടുത്ത ഫാൻ, ഇറ്റ് റിമൂവ്സ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻസൈഡ് SMPS. അടുത്ത പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ AT ആൻഡ് ATX-SMPS. അതിൽ സോഫ്റ്റ് സ്റ്റാർട്ട് ഓപ്ഷനും അതുപോലെ ജനറേറ്റ് 3.3 വോൾട്ടും ATX-SMPSലാണ്. AT-SMPSൽ അതില്ല. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് SMPSന്റെ കണക്ടേഴ്സും അതുപോലെ SMPSന്റെ ടെസ്റ്റിംഗും ഒക്കെ പഠിക്കാം. താങ്ക് യു.